നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. സീസണിന്റെ അവസാന ലീഗ് മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഒരു സമനില കൊണ്ടുവരാനായ ലീഗ് ഷീൽഡിൽ മുത്തമിടാമായിരുന്ന മുംബൈ സിറ്റി FC നേരിടേണ്ടി വന്നത് ഒരു തോൽവിയായിരുന്നുവെങ്കിൽ ഷീൽഡ് കൈവിട്ടുപോയ ക്ഷീണം ഇന്ത്യൻ സൂപ്പർ ലീഗ് കപ്പ് ഉയർത്തി തൽക്കാലം മാറ്റാനായെങ്കിലും വരും സീസണുകളിൽ ഷീൽഡിൽ തന്നെ നോട്ടമിട്ടാണ് മുംബൈ സിറ്റി FCയുടെ ഒരുക്കങ്ങളും. പ്രധാന താരങ്ങൾക്ക് പരിക്കേൽക്കുമ്പോൾ സീസണിനിടെ പതറുകയായിരുന്നു പല വമ്പന്മാരുമെങ്കിൽ വളരെ പെട്ടെന്ന് മികച്ച പകരക്കാരെ എത്തിച്ച് ആദ്യ മത്സരം മുതൽ തന്നെ ഒത്തിണക്കം കാണിക്കാൻ കഴിഞ്ഞ സംഘമായിരുന്നു മുംബൈ സിറ്റി FCയുടേത്. വരും സീസണുകളിലും ലക്ഷ്യം വലുതാവുമ്പോൾ ഒരുക്കങ്ങളും പവർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ ഗ്രീക്ക് സ്പെഷ്യൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ സ്വന്തമാക്കാൻ മുംബൈ സിറ്റി FCയും ശ്രമിക്കുന്നതായി വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മറിച്ചാണ്. മുംബൈ സിറ്റി FC ശ്രമിക്കുന്നത് ദിമിയേക്കാൾ പൊട്ടൻഷ്യലുള്ള കിടിലൻ സ്ട്രൈക്കറെ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ടീമുകളിൽ നിന്നും തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. FC ഗോവയുടെ മധ്യനിര താരം ബ്രാൻഡൻ ഫെർണാണ്ടസിനെ കൂടി സ്വന്തമാക്കി കഴിഞ്ഞ മുംബൈ സിറ്റി FCയിൽ ഇത്തവണ മികച്ച ഒരു വിദേശ സ്ട്രൈക്കറുടെ വരവ് കൂടി ആരാധകർക്കിനി പ്രതീക്ഷിക്കാനാവും. സാലറി ക്യാപ്പിൽ വരുത്തുന്ന മാറ്റങ്ങളും സിറ്റി ഗ്രൂപ്പിനെ പോലെയുള്ള വമ്പന്മാർക്ക് കാര്യങ്ങൾ ഏറെ എളുപ്പമാക്കുകയും ചെയ്യും.